ഇവിടെ ഞാൻ എപ്പോഴും ഉണ്ടാക്കുന്ന ഒരു പായസമാണ് ചോക്ലേറ്റ് സേമിയ പായസം. അതൊന്ന് നോക്കിയാലോ. ഒരു പിടിയോളം ചവ്വരി കുറച്ച് വെള്ളത്തിലൊന്ന് വേവിക്കാൻ വെക്കണേ. വേറൊരു പാത്രത്തിൽ 2 സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് കാഷ്യൂവും കിസ്മിസും ഒന്ന് വറുത്തെടുക്കാം. അത് വറുത്ത് മാറ്റിയിട്ട് ആ നെയ്യിൽ തന്നെ 100 ഗ്രാം സേമിയയും കൂടി ഒന്ന് വറുത്തെടുക്കണേ. റോസ്റ്റഡ് ആയിട്ടുള്ളതാണ് ഞാൻ ഈ എടുത്തേക്കുന്നത്. കുറച്ച് മതി, ഇത് കുറച്ച് അളവിൽ ഉണ്ടാക്കുന്നതാണ്. സേമിയ അത് വറുത്ത് മാറ്റി വെക്കുക. വേറൊരു പാനിൽ 2 സ്പൂൺ പഞ്ചസാര ഒന്ന് ക്യാരമൽ ചെയ്തെടുക്കുക. ഞാൻ ഈ ഒരു പരുവത്തിനാണ് എടുത്തേക്കുന്നത്. 1/4 കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് ഒന്ന് ചൂടാക്കി എടുക്കാം. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടാണ് ഈ വെള്ളം ഒഴിക്കുന്നത്. എന്നിട്ടാണ് ഞാൻ ഒന്നും കൂടി അടപ്പത്തോട്ട് വെക്കുന്നത്. ഇത് കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണ്. ഇത് തിളച്ച് കഴിയുമ്പോൾ ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. നമ്മൾ നെയ്യിൽ ചൂടാക്കി വെച്ച ആ സേമിയയിലോട്ട് ഞാൻ 1/2 ലിറ്റർ പാൽ ഒഴിക്കുവാണെങ്കിൽ കുറച്ചും കൂടി പാൽ വേണം, അത് നോക്കിയിട്ട് ചേർത്താൽ മതി. പാലൊഴിച്ചിട്ട് തിളച്ച് വരുമ്പോൾ ആ ക്യാരമൽ ചെയ്തതും കൂടി ഇതിനകത്തേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ സിറപ്പും കൂടി ചേർത്ത് വരുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ച സൗകര്യം കൂടി ചേർത്ത് കൊടുത്ത് ഒന്നും കൂടി തിളപ്പിക്കാം. ഈ സമയത്ത് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് സേമിയയും സൗകര്യമൊക്കെ നല്ലോണം വെന്ത് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഒരു ഇച്ചിരി കൂടി പാല് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 കപ്പ് പാലെങ്കിലും ചേർത്ത് കൊടുക്കണേ. ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് പാല് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത്തിരി കുറുകിയതുപോലത്തെ രീതിയിലാണ് ഞാൻ ഈ ഉണ്ടാക്കുന്നത്. മധുരം ഒത്തിരി ബാലൻസ് ആവാനായിട്ട് ഒരു നുള്ള് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് ഒന്നും കൂടി തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ചേർക്കാൻ പോകുന്ന ഒരു സാധനമാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ളത്. ഒരു കഷ്ണം ചോക്ലേറ്റ് ആണത്. ഇത് ഞാൻ മിൽക്ക് കോമ്പൗണ്ടാണ് എടുത്തേക്കുന്നത്. ഈ മിൽക്ക് കോമ്പൗണ്ട് ഇല്ലെന്നുണ്ടെങ്കിൽ 2 ഡയറി മിൽക്കിൻ്റെ 10ൻ്റെ പാക്കറ്റ് അത് രണ്ടും കൂടി പൊട്ടിച്ച് ഇതിനകത്തോട്ട് ഇട്ടാൽ മതിയേ. 2 ഏലക്കായുടെ കുരു പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യിൽ വറുത്ത് വെച്ച കാഷ്യൂവും കിസ്മിസും അതും കൂടി ഒപ്പം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പായസം തന്നെയാണ് ഇത്. അടപ്പിൽ നിന്ന് ഇറക്കുന്നതിന് മുമ്പായിട്ട് 1 സ്പൂൺ നെയ്യും കൂടി ചേർത്ത് ഇളക്കിയിട്ട് തീ ഓഫ് ചെയ്യാവുന്നതാണ്. പായസത്തിൻ്റെ ഒപ്പം കഴിക്കാനായിട്ട് ഞാനൊരു പപ്പടം എടുത്തിട്ടുണ്ട്. അത് ഞാൻ ആദ്യം പ്ലേറ്റിൽ വെച്ചിട്ടൊന്ന് പൊടിച്ചെടുക്കുവാണേ. ഈ പപ്പടത്തിൻ്റെ മീതയിലോട്ട് പായസം ഒഴിക്കാം. പായസം ഒഴിച്ച് കഴിഞ്ഞിട്ട് ഒരു ട്വിസ്റ്റ് ഉണ്ട്. ഈ കോമ്പിനേഷൻ ആരെങ്കിലും കഴിച്ചിട്ടുണ്ടോ? ചോക്ലേറ്റ് സേമിയ പായസം വിത്ത് ഐസ്ക്രീം ആൻഡ് പപ്പടം. ഈ കോമ്പിനേഷൻ ആരെങ്കിലും കഴിച്ചിട്ടുണ്ടോ? കഴിക്കാത്തവരുണ്ടെങ്കിൽ ഇതൊന്ന് മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. സൂപ്പർ ടേസ്റ്റാണേ. ഐസ്ക്രീം എടുക്കുമ്പോൾ വാനില എടുക്കണേ. അത് നമ്മൾ പായസത്തിൽ ഇത്തിരി ചോക്ലേറ്റ് ഇട്ടേക്കണ കാരണം ചോക്ലേറ്റ് ഐസ്ക്രീം എടുത്തു കഴിഞ്ഞാൽ അത്രയും ടേസ്റ്റ് വരില്ല. ആ വാനില ഐസ്ക്രീം എടുക്കുമ്പോൾ വേറൊരു ടേസ്റ്റാണേ. ഈ കോമ്പിനേഷൻ ട്രൈ ചെയ്യാത്തവർ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഏത് പ്രായക്കാർക്കും ഇഷ്ടമാവുന്ന ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എല്ലാവർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുന്നു.